മകളെ കാണിക്കുന്നില്ലെന്ന നടൻ ബാലയുടെ ആരോപണങ്ങളിൽ മകൾക്ക് പിന്നാലെ പ്രതികരണവുമായി ഗായിക അമൃത സുരേഷ്. ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ പ്രതികരിച്ചതിന് പിന്നാലെ മകൾ അവന്തികയ്ക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായതോടെയാണ് നീണ്ട വീഡിയോയുമായി അമൃത എത്തിയത്. വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ താൻ ക്രൂരമായി പീഡനമാണ് അനുഭവിച്ചത് എന്നാണ് അമൃത പറയുന്നത്. പല ദിവസങ്ങളിലും ചോര തുപ്പി ഒരു മൂലയിൽ കിടക്കുകയായിരുന്നെന്നും മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചാണ് വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത് എന്നും അമൃത പറയുന്നു. അന്ന് നേരിട്ട മർദ്ദനങ്ങൾക്ക് താൻ ഇപ്പോഴും ചികിത്സയിലാണെന്നും താരം കൂട്ടിച്ചേർത്തു. ആദ്യ വിവാഹത്തിന്റെ വിവരം മറച്ചുവെച്ച് തന്നെയും കുടുംബത്തെയും പറ്റിച്ചാണ് ബാല വിവാഹം കഴിച്ചതെന്ന് അമൃത പറഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അമൃത വീഡിയോയിൽ സംസാരിച്ചത്. വർഷങ്ങളായി ഞാൻ മിണ്ടാതിരുന്നതാണ്. എൻ്റെ നിശബ്ദത എന്നെ വെറുപ്പിക്കാനുള്ള കാരണമായിട്ടുണ്ട്. പാപ്പുവിൻ്റെ പേരിൽ ഒരു വ്യാജവാർത്ത ബാലചേട്ടൻ വന്നപ്പോൾ മാത്രമാണ് ഞാൻ മുൻപ് സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്നെ അത്രത്തോളം വെറുപ്പിക്കുന്നു എന്ന് എനിക്കറിയാം. ഞാൻ അത് മാറ്റാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അത്ര നന്നായി സംസാരിച്ച് നിങ്ങളെ ഇംപ്രസ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. എൻ്റെ പാപ്പുവിലേക്ക് കൂടി അത് എത്തി നിൽക്കുകയായിരുന്നു. നമുക്കെന്തെങ്കിലും സന്തോഷം വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇൻ്റർവ്യൂ വരും. മമ്മി എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്ന് പാപ്പു ചോദിക്കാറുണ്ട്. എനിക്കൊരു വീഡിയോ എടുക്കണം മമ്മി, ഞാൻ പറഞ്ഞാൽ അവർ വിശ്വസിക്കും എന്ന് പറഞ്ഞാണ് പാപ്പു വീഡിയോ എടുത്തത്. അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പാപ്പുവിൻ്റെ സൈബർ ബുള്ളിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുന്ന തരത്തിൽ ഒരു ഇമോഷണൽ വീഡിയോ വന്നു. എന്തൊക്കെ വൃത്തികേടാണ് എൻ്റെ മകളെക്കുറിച്ച് എഴുതി വിടുന്നത്. ചെറുപ്പക്കാലത്ത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായൊരു ഷോക്കിംഗ് അനുഭവങ്ങളൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവൾ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ വീട്ടിലെ ജോലിക്കാരാണ് ആ കുഞ്ഞിനെ ഒന്നും സംഭവിക്കാതെ രക്ഷിച്ചിരുന്നത്. 18 വയസ്സ് തൻ്റെ വിവാഹം കഴിഞ്ഞെന്നും അതിനുശേഷമുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നെന്നും അമൃത പറയുന്നു. പല ദിവസവും ചോര തൂപ്പി അവിടെ കിടന്ന സമയത്ത് ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അച്ഛനും അമ്മയും അത്രയും എതിർത്ത കല്യാണമായിരുന്നു. തന്നെയും കുടുംബത്തെയും പറ്റിച്ചായിരുന്നു വിവാഹം. ബാല മുൻപ് വേറെ വിവാഹം കഴിച്ച കാര്യം വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് താൻ അറിഞ്ഞതെന്ന് അമൃത പറയുന്നു. അത് വേണ്ടെന്ന് അച്ഛനും അമ്മയും പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു ബാലചേട്ടനെ. ആ ദിവസം മുതൽ ഞാൻ പീഡനം അനുഭവിച്ചു. പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ചോര തുപ്പിക്കിടക്കുന്നത് ഞാൻ മാത്രമാവില്ല, എൻ്റെ കുഞ്ഞുമുണ്ടാകുമെന്ന്. അങ്ങനെയാണ് കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് ആ വീട് വിട്ട് ഓടുന്നത്. സ്വർണ്ണം, എൻ്റെ വണ്ടിയൊന്നും ഞാൻ എടുത്തിട്ടില്ല. എളമക്കരയിലെ വീട് വിറ്റാണ് എൻ്റെ മാതാപിതാക്കൾ സ്വർണം വാങ്ങിയത്. അതുവരെ ഞാൻ വേണ്ടെന്ന് വെച്ചു. എൻ്റെ ജീവിതവും എൻ്റെ മകളുടെ ജീവിതവും പോയി. എൻ്റെ പഠിത്തം പോലും വേണ്ടെന്ന് വെച്ചു. കോമ്പൻസേഷൻ ചോദിച്ചിരുന്നു. കോടതിയിൽ നിന്ന് കൊച്ചിനെ വലിച്ചിഴച്ച് കൊണ്ടുപോയതിന് ശേഷം മകൾക്ക് വല്ലാത്ത മാനസിക സംഘർഷമായിരുന്നു. പിന്നെ ഡാഡി വന്ന് വലിച്ചിഴച്ച് കൊണ്ടുപോകുമോ എന്ന് പേടിച്ച് സ്കൂളിൽ പോലും പോയിട്ടില്ല. അപ്പോഴാണ് ഞാൻ കേസിൽ നിന്ന് പിന്മാറുന്നത്. പൈസയും കുട്ടിയെയും തരില്ലെന്ന ക്ലോസിലാണ് വിവാഹബന്ധം വേർപ്പെടുത്തിയത്. കുട്ടിയുടെ കല്യാണത്തിന് പോലും പൈസ തരില്ലെന്ന് അതിലെഴുതിയിട്ടുണ്ട്.